ഹലോ കയ്യുണ്ട് ഹലോ. എല്ലാവർക്കും സ്വാഗതം. പീച്ചി ഡാമിലാണ് വന്നിരിക്കുന്നത്. പീച്ചി ഡാമിന്റെ കാഴ്ചകൾ കാണാം. പീച്ചി ഡാമിലേക്ക് പോകുന്ന വഴിയിലായിട്ട് കാണുന്ന എല്ലാ കാഴ്ചകളാണ് കേട്ടോ ഇത്. പോകുന്നതിൻ്റെ വഴിയിലായിട്ട് 2 സൈഡിലായിട്ട് മരങ്ങളുണ്ട്. ഒരു തണൽ തരുന്ന പോലെ എന്ത് രസമായിരുന്നു എന്നറിയാം. കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെയായിരുന്നു. പിന്നെ ആ പീച്ചി ഡാമിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ ചെവി അടയണ പോലെ ഒരു ഫീൽ വരും കേട്ടോ. പിന്നെ അവിടെ പാർക്ക് 2 വീലറിന് 5ഉം പിന്നെ കാറിനൊക്കെ ആയിട്ട് 20ഒക്കെ ആയിട്ടാണ് കേട്ടോ അവിടുത്തെ പ്രൈസ് വരുന്നത്. പിന്നെ കുറേ കുഞ്ഞു ഷോപ്പുകളുണ്ട്. പിന്നെ കുറേ അധികം മറ്റേ നാരങ്ങ വെള്ളം, ചായ അങ്ങനത്തെ ഐറ്റംസുള്ള കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളവിടെ എത്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. നിച്ചുമോൻ്റെ വരെ ഹായും കിട്ടി. ഞങ്ങളങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് വരികയാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ ടിക്കറ്റ് കൗണ്ടർ കണ്ടത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലായിട്ട് ഒരാൾക്ക് 20 രൂപയാണ് അങ്ങോട്ടാ തോന്നുന്നുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട. അപ്പോൾ നിച്ചുമണിക്ക് വേണ്ട. ഇവിടെ നിന്ന് അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അത് ഡബ് ചെയ്തോളാം. അതെൻ്റെ അനിയനല്ലേ. ഷട്ടർ തുറന്നുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ അവിടെ കാണാനായിട്ട്. വെള്ളം ഇങ്ങനെ ചാടുന്നതും ഒക്കെ കാണാൻ നല്ല രസമാണ്. അതിൻ്റെ അടിയിലായിട്ട് പാർക്കുണ്ട്. പാർക്കിലേക്ക് ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ. സമയം വൈകിയാറിന് ഞങ്ങൾ ഇറങ്ങിയില്ല. പിന്നെ അവിടെ നിന്ന് കയറ്റത്തിൻ്റെ അവിടെ കുറച്ച് കാണാനുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ടൈം പാസിന് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ തൃശ്ശൂർ ഉള്ള പീച്ചി. അപ്പോൾ നിങ്ങളൊക്കെ ഫാമിലിയായിട്ട് ഒരു ഫ്രീ ടൈം അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണാൻ പറ്റിയ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. ആ പാട്ടുണ്ടായിരുന്നു. പാടാം.
എൻ്റെ അനിയൻ ഓടിച്ചാടി ഫസ്റ്റ് വ്യൂ പിടിക്കാൻ വേണ്ടി ഓടിപ്പോയതിൻ്റെ കോലാഹലാണ് കേട്ടോ ഇപ്പൊ കേട്ടത്. ഞാൻ ട്രൈ ചെയ്തിടാ കിതച്ച് പട്ടിയായിട്ടുണ്ട്. നമ്മുടെ പീച്ച് ഡാം മുഴുവൻ വ്യൂവും നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ നടന്നു വന്നോർത്തായിട്ട് കൊട്ടവഞ്ചിയും പിന്നെ 2 മണിക്കൂറത്തെ ട്രക്കിങ്ങും ഒക്കെ ഉള്ളൊരു പ്ലേസ് ഉണ്ടായിരുന്നു. അവിടെ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് ഒന്നാമത്തെ ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറാൻ. എല്ലാവരും ഇവിടെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അറിയേണ്ടതും കാണേണ്ടതുമായ സ്ഥലമാണ് കേട്ടോ പീച്ച് ഡാം. ഞങ്ങളിവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവനെടുത്തതാണ് കേട്ടത്. ഞങ്ങളവിടെ ഈ കാഴ്ച കണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളവിടെ നിന്നൊരു ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഒരു മന്തിക്കടയിൽ പോയി അൽഫാം മന്തിയൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കാൻ കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്നതിൽ തെറ്റുകുറ്റങ്ങളും എഡിറ്റിങ്ങിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നല്ലതാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറേ നാളായി ഇപ്പോൾ വീഡിയോ ഇതൊക്കെ എടുക്കാനായിട്ട് പറ്റാറില്ല. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.